ഗാസ വെടിനിർത്തൽ കരാറിനുള്ള മുറവിളികൾക്കിടെ ഇസ്രയേലിന് വീണ്ടും കോടികളുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക. $680 മില്യൺ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. ലബനാനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാറിലെത്തിയ വിവരം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന് വീണ്ടും ആയുധമിറക്കാനുള്ള നീക്കം പുറത്തുവരുന്നത്. ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ബൈഡൻ ഉറപ്പു നൽകിയിരുന്നു. മാസങ്ങളായി ആയുധ വിൽപ്പന പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രത്യേക കമ്മിറ്റി ആയുധ കരാർ ചർച്ച ചെയ്യുകയും ഒക്ടോബറിൽ വിപുലമായ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായി മുതിർന്ന US ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ലോകമെങ്ങും ഗാസ വെടിനിർത്തലിനായി മുറവിളി ശക്തമാകുമ്പോഴും അമേരിക്ക വീണ്ടും ഇസ്രയേലിന് ആയുധം നൽകുന്നത് ആക്രമണം ശക്തമാക്കാനാണ് സഹായിക്കുകയെന്ന ആക്ഷേപവുമുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിക്കാവുന്ന ചെറുബോംബുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറുന്നത്. എന്നാൽ വാർത്തകളോട് ബൈഡൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്ന അമേരിക്കൻ നിലപാടിലെ പൊള്ളത്തരമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഒരു ഭാഗത്ത് സമാധാനത്തിനായി വാദിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കാൻ അമേരിക്ക ഇസ്രയേലിന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകുകയാണ്. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ 44,282 പേരെയാണ് കൊലപ്പെടുത്തിയത്. ബെയ്റൂട്ടിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലബനാനിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതേ എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് വെടിനിർത്തൽ. ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട്. പകരം അതിർത്തിയിൽ 5000 ലബനാൻ സൈനികരെ വിന്യസിക്കണം. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രയേൽ, ഫ്രാൻസ്, US എന്നിവ സംയുക്തമായി ലബനാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് 4 മണിക്കൂർ മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയും 1 മണിക്കൂർ മുമ്പ് വ്യോമാക്രമണം തുടർന്നും ലബനാനിൽ ഭീതി വിതച്ചായിരുന്നു ഇസ്രയേൽ താൽക്കാലിക വെടിനിർത്തൽ. അതിനിടെ 14 മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് ലബനാനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തെക്ക് ലബനാനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ നടപ്പായത്. ഇസ്രയേൽ സൈനിക പിന്മാറ്റവും തുടങ്ങി. ബെയ്റൂട്ടിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലബനാനിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുത് എന്നതടക്കമുള്ളത് ഉപാധികളോടെയാണ് വെടിനിർത്തൽ. ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രയേൽ, ഫ്രാൻസ്, US എന്നിവ സംയുക്തമായി ലബനാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ശത്രുത ശാശ്വതവുമായി അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇസ്രയേലിനെ ഹിസ്ബുള്ളയുടെ മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് വെടിനിർത്തലെന്ന് USഉം ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് 4 മണിക്കൂർ മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കി 1 മണിക്കൂർ മുമ്പും വ്യോമാക്രമണം തുടർന്നും ലബനാനിൽ ഭീതി വിതച്ചായിരുന്നു ഇസ്രയേൽ താൽക്കാലിക വെടിനിർത്തൽ. അതിർത്തിയിലെ ഹിസ്ബുള്ള പോരാളികൾ പിന്മാറുന്നതിനൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലബനാൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിന് USഉം ഫ്രാൻസും മേൽനോട്ടവും വഹിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.